യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. തെറ്റ് പറ്റിപ്പോയാ നമ്മൾ തിരുത്തണ്ടേ ഹരി? തിരുത്താനുള്ള സമയമായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. ജനനി, ജനനി, വാതിൽ തുറന്നേ. ജനനി, കുറച്ച് ചോറും കറിയാ. നിങ്ങൾ ഒന്നും കഴിച്ചു കാണില്ലല്ലോ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇവിടെ ആഹാരം വെക്കാനുള്ള നേരൊന്നും ആയില്ലല്ലോ. വെറുതെ എന്തിനാ വിശപ്പ് സഹിക്കുന്നേ? ഏതായാലും ഞാൻ അവിടെ വെച്ചുണ്ടാക്കുന്നുണ്ട്. എന്നാ പിന്നെ ഒരു പങ്ക് നിങ്ങൾക്കും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചേച്ചിക്ക് ബുദ്ധിമുട്ടായില്ലേ? ആ, ബുദ്ധിമുട്ടായാലും സാരമില്ല. നിങ്ങൾ നമ്മുടെ സ്വന്തക്കാരല്ലേ. നോക്കി നിൽക്കാതെ ഇത് അകത്തേക്ക് വെക്കുമോളെ. അതാരാ? അതവിടെ മുകളിൽ താമസിക്കുന്ന ഗോവിന്ദകുട്ടി നായര്. ഓ, ഒരു പഞ്ചപാവ, നിഷ്കളങ്കൻ. കണ്ടില്ലേ, ആരുടെ മുഖത്ത് പോലും നോക്കില്ല. ആ, നിങ്ങള് വാ, നല്ല വിശപ്പുണ്ടാവില്ലേ? വല്ലതും കഴിക്കാം, വാ. ഞാനാണ് വാതിൽ തുറക്കേ. അവരെന്താ ഇവിടെ? ആര്? ഞാൻ കണ്ടില്ല. വല്ലതും തിന്നുണ്ടോ ഭായ്? വയറ് വെച്ചേക്കുന്നത് ഭായ് കഴിച്ചായിരുന്നോ? ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു? ഒരു പഴയ കൊട്ടേഷൻ കേസിലെ കക്ഷിയെ കഴുത്തിന് പിടിച്ച് കാശ് വാങ്ങിച്ചതാ. എന്നാലും ഭായിയെ ഞാൻ സമ്മതിച്ചു. ഭായി എന്താ ആലോചിക്കുന്നത്? ചെയ്തു കൂട്ടുന്ന ദുഷ്ടത്തരങ്ങളെ കുറിച്ച് ആലോചിക്കായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് രാത്രി നീ ഇവിടെ സ്ഥലം വിട്ടോണം. എന്റെ ഭായ്, കാശ് കിട്ടുമ്പോ ഞാൻ വിളിക്കാം, അന്നേരം ഇങ്ങ് വന്നാ മതി. ആൾമാറാട്ടം നടത്തി ഞാൻ ഒരാൾ ഇവിടെ താമസിക്കുന്ന പാടെ എനിക്കും ദൈവത്തിനും അറിയാം. ഫോണായിരുന്നു. ഹലോ, ഇതൊക്കെ ഓഫറും ഓരാസ്യക്കാരും അവന്റെ മോനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. എന്നാലും അവരെന്താ ഇവിടെ? ഇത്ര ബന്ധിയല്ലോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. അത്രയ്ക്കൊന്നും നന്നായിട്ടുണ്ടാവില്ല.
ഏയ് ആര് പറഞ്ഞു? നല്ല സ്വാദുണ്ട്. സാരമില്ല, തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഇനിയും ദിവസങ്ങൾ കിടക്കല്ലേ. അതെ, നിങ്ങള് കൊഞ്ച് കഴിക്കൂലോ അല്ലേ? നല്ല വെള്ള കൊഞ്ച് കിട്ടട്ടെ. ഞാൻ നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാക്കി തരാം. പണ്ടത്തെ പോലെ ഇപ്പൊ മീൻ വരവൊന്നും ഇല്ലെന്നേ. ചാകര പോലും ഒരു പേരിന് മാത്രമേ ഉള്ളൂ. പിന്നെ വല്ല മത്തിയോ നെത്തോലിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലായി. അതെങ്ങനാ? ബോട്ടുകാർക്കും ചെറുവള്ളക്കാർക്കും ഒന്നും ഇപ്പൊ കോളൊന്നും ഇല്ലെന്നേ. എല്ലാം പുറംകടലിൽ വെച്ച് തന്നെ കുത്തകക്കാര് അടപടലം കോരിക്കൊണ്ട് പോവല്ലേ. കടപ്പുറത്തുള്ളവർക്ക് എന്നും കഷ്ടപ്പാടും പട്ടിണിയും മിച്ചം. നിങ്ങൾ കഴിക്കേ. ഈശ്വര, ആ ഡെക്ലസ് ആണെന്ന് തോന്നുന്നല്ല. ദൈവമേ. പോയി വിളിച്ചോണ്ടോടാ. ശരി മോലെ. ഇറങ്ങടാ അങ്ങോട്ട്. ഇറങ്ങ്. അങ്ങോട്ട് ചെല്ലടാ. എന്തിനാ മുതലാളി വിളിപ്പിച്ചത്? നായരെന്താ ഈ മാസത്തെ പിരിവ് തരാഞ്ഞത്? കയ്യിലൊന്നുമില്ല മുതലാളി, മുഴു പട്ടിണിയാണ്. അയ്യോ, ഒന്നും ചെയ്യല മുതലാളി. കയ്യിൽ കാശില്ലാത്തോണ്ടോ മുതലാളി? തല്ലിക്കൊള്ളൂല്ലോ. വേണ്ട മോനെ, വേണ്ടടാ. വേണ്ട മോനെ, വേണ്ട. അടിച്ചു മുതലാളി, അടിച്ചു. പോവണ്ടടാ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ തല്ലി ചതക്കുന്നേ? അയ്യോ, വേണ്ട മുതലാളി, ഒന്നും ചെയ്യണ്ട. നീ ഇതിലിടപെടണ്ട. ഇടപെട്ടാൽ പിന്നെ നീ ബാക്കിയുണ്ടാവില്ല. ഞാൻ വന്നത് അവനെ കൊല്ലാനാ, അല്ലാതെ നിന്നെ കൊല്ലാനല്ല. കമലാക്ഷി, വെറുതെ കൊല്ലാൻ കൊടുക്കാതെ ഈ ചെറുക്കനെ വിളിച്ചോണ്ട് പോ. ഹരി, വാ മോനെ. ചേച്ചി മോനെ, പറഞ്ഞ് കേക്ക്. വാ. വാ ഹരി, ഞാനൊന്ന് പറയുന്നത് കേക്ക്. വാ മോനെ. പോണ്ട മോനെ, പറഞ്ഞ കേക്ക്. പോണ്ട ഹരി, പ്ലീസ്. മലയാളി, ഇനിയെ തല്ലല്ലേ മലയാളി. എഴുന്നേറ്റ് പോടാ. എന്റെ പൊന്നു ഭായി, വാടാ. ഹരി, ഹരി. ചേട്ടാ പതുക്കെ. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഈ ഡഗ്ലസ് ശരിക്കും ആരാ? അയാൾ എന്തിനാ എല്ലാരും ഇങ്ങനെ പേടിക്കുന്നേ? ഒറ്റ വാക്കി പറഞ്ഞ ഒരു കവലച്ചട്ടമ്പിയാ. കോളനിക്കാരുടെ ചോര കുടിച്ച് വളർന്ന വലിയ മുതലാളി. ഇപ്പൊ കടപ്പുറത്തെ മീനിന്റെ ഹോൾസെയിൽ മുഴുവൻ അയാൾക്കാ. ആരെങ്കിലും എതിർത്താ അവരുടെ തല പോക്കാ.